ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളായി ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആന്റണി രാജുവിന് എതിരെയുള്ള വിധിയും എത്തിച്ചേർന്നിരിക്കുന്നത്. നിയമസഭാ സാമാജിക സ്ഥാനം നഷ്ടപ്പെട്ട് എങ്കിൽ തന്നെയും അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാനം കാണാൻ തന്നെയാണ് UDFിൻ്റെ നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ കൺവെൻഷനും അതുപോലെ തന്നെ അവരുടെ പ്രത്യേക ക്യാമ്പുകളുമൊക്കെ വയനാട്ടിലായിരുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കോൺഗ്രസ് വന്നിട്ടില്ല. മാത്രവുമല്ല, കോടതി വിധിയെക്കുറിച്ച് CPIM കാര്യമായും ഇതുവരെയായും പ്രതികരിച്ചിട്ടുമില്ല. ഈ രണ്ട് കാര്യങ്ങൾക്കുമിടയിൽ രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം. ചെറിയ ഒരു പ്രശ്നം എന്നൊരിക്കൽ പോലും നമുക്ക് പറയാനും കഴിയത്തില്ല. കാരണം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 36 വർഷം നീണ്ടു നിന്ന ഒരു കേസായിരുന്നു. ആ വാദങ്ങളും പ്രതിവാദങ്ങളും അന്വേഷണങ്ങളും ഒക്കെയായി നീണ്ടുപോയി. 1990 സംഭവം നടക്കുന്നതും തൊട്ടു പിന്നാലെ കേസിൽ വിധി സംഭവിച്ചെങ്കിലും പിന്നീട് എല്ലാം തിരിമറികളായിരുന്നു. ആ തിരിമറികളെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ പല സമയങ്ങളിൽ മുടങ്ങി. കോടതിയിൽ വാദത്തിനെത്തിയപ്പോഴേക്കും അതും മന്ദഗതിയിലായി. ഇപ്പോൾ അവസാനം സുപ്രീം കോടതി എത്തിയതോടുകൂടിയാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വളരെ വേഗത്തിലായതും ഇപ്പോൾ ആന്റണി രാജുവിന് എതിരായുള്ള വിധിയായി മാറിയതും. ഇതിൻ്റെ രാഷ്ട്രീയം വളരെ വലുതാണ്. കാരണം 1996 ആന്റണി രാജു MM ഹസനെ തോൽപ്പിച്ചുകൊണ്ട് കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്നു ആന്റണി രാജു. പിന്നീട് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2021 വീണ്ടും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും അദ്ദേഹം വിജയിച്ച് നിയമസഭയിലെത്തുകയും ചെയ്തു. ഇതിനിടയിൽ പല ആവർത്തി ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയും അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തു. കോൺഗ്രസ് അത് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ ഇപ്പോഴെങ്ങും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരില്ല എന്ന വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ആന്റണി രാജുവിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു വളരെ വേഗത്തിൽ ഈ സമീപകാലത്ത് പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ വളരെ വേഗത്തിൽ അത് വിധി രൂപേണ വന്നത്. എന്തായാലും ആന്റണി രാജു ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, പ്രതികരിച്ചിട്ടുമില്ല. അപ്പീൽ പോകും എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഇത് വലിയ വിഷയമാക്കി കത്തിക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ നീക്കം. കാരണം തെക്കൻ കേരളത്തിൽ വലിയ തരത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഭരണം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ലാതെ ഇത് കേരളത്തിലെല്ലായിടത്തും ഈ വിഷയം, പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തിരിമറി, അതും തൊണ്ടി സാധനത്തിലെ തിരിമറി വലിയ തരത്തിൽ വിഷയമാക്കി ഒപ്പം ആ കേസിൻ്റെ വിധി വലിയ തരത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ നീക്കം. അതിലൊരു മാറ്റവുമില്ല. അവർ അതിനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം സ്വർണ്ണപ്പാളി വിവാദം പോലെ തന്നെ ഈ തൊണ്ടി മുതൽ തിരിമറി നടത്തിയ വിഷയവും ചർച്ചയാക്കി വലിയ തരത്തിൽ പ്രതിപക്ഷം അതിനെ ഒരു നേട്ടമാക്കി കണ്ടുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരോ ഒന്നും തന്നെ ആന്റണി രാജുവിനെതിരെയോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിനുമപ്പുറത്ത് കോൺഗ്രസ് ആകട്ടെ ആദ്യഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു വെച്ചു എങ്കിൽ തന്നെയും ഇതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കപ്പെട്ടു, അതിന് എതിരെ കിട്ടിയ അല്ലെങ്കിൽ ആ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചതിന് കിട്ടിയ കൃത്യമായ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധിവരെ. പക്ഷേ അതുമല്ല, അതിനുമപ്പുറത്തേക്ക് ഈ കേസ് നീണ്ടുപോയ നാൾവഴികളാണ് ഏറ്റവും വലിയ ചർച്ചയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കേസ് 1990 ഏപ്രിൽ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദേശ പൗരനെ അറസ്റ്റ് ചെയ്യുന്നതും ആ വിദേശ പൗരൻ്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ലഹരി മരുന്ന് കണ്ടെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുകയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നീട് അത് ഹൈക്കോടതിയിലെത്തിയപ്പോഴേക്കും അടിവസ്ത്രത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കേസിൽ നിന്നും ആ വിദേശ പൗരൻ രക്ഷപ്പെടുകയും ചെയ്ത സംഭവം വലിയ തരത്തിൽ കേരളം അന്നും ചർച്ച ചെയ്തതാണ്, ഇന്നും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. പക്ഷേ ആ ചർച്ചകൾക്കും അപ്പുറത്തേക്ക് ഒരു നിയമസഭാ സാമാജികനായിരുന്ന ഒരാൾ
ആൾ അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തിയത് എന്നുള്ളത് കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അത് ഇടതു മുന്നണിക്ക് വലിയ തരത്തിലുള്ള തലവേദനയായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട സീറ്റിൽ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സീറ്റുകളിലൊന്നാണ്. തീരദേശ മേഖല ഉൾപ്പെടുന്നതാണ്. ഒരു പക്ഷേ ഇനി തിരുവനന്തപുരം ആ സെൻട്രൽ സീറ്റ് CPIM എടുത്താൽ തന്നെയും അല്ലെങ്കിൽ അടുത്ത മത്സരം വരുമ്പോഴേക്കും അവിടെ നിന്ന് CPIMൻ്റെ പ്രതിനിധി മത്സരിച്ചാൽ തന്നെയും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിൽ വിവാദത്തിൽ ഉൾപ്പെട്ടു പോയ ഒരാളിനെ അല്ലെങ്കിൽ ഒരാളുമായി മുന്നോട്ട് പോകാൻ ഒരിക്കൽ പോലും CPIM ഇനി തയ്യാറാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല എങ്കിൽ തന്നെയും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് ഈ ആന്റണി രാജുവിൻ്റെ പാർട്ടി എന്ന നിലയ്ക്ക് അത്തരത്തിൽ ഒരു പാർട്ടിയെ കൂടി ഇനി ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് CPIMൻ്റെ നേതാക്കന്മാർക്ക് നല്ലവണ്ണം അറിയാം. അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഈ സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഒരു പക്ഷേ ആന്റണി രാജു മത്സരരംഗത്തേക്കില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയും ഏകദേശം അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.